നമസ്കാരം. ഇക്കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു പദമാണ് ക്രിസംഖ്യകൾ. അതിനു മുമ്പ് സംഖ്യകളും ചാണകസംഖ്യകളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ക്രിസംഖ്യകൾ എന്ന പദം 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ എത്തിയതിനു ശേഷം ഉണ്ടായതാണ്. ക്രിസംഖ്യകൾ എന്ന വിവക്ഷ വഴി ഉദ്ദേശിച്ചത് ക്രൈസ്തവരായ സംഖ്യകൾ എന്നാണ്. ഇതൊരു പരിഹാസ പദമായി രൂപപ്പെട്ടതാണ്. ഒരാളെ ക്രിസംഖി എന്ന് വിളിച്ചാൽ അയാൾക്ക് കേൾക്കുമ്പോൾ ലജ്ജ തോന്നുന്ന സാഹചര്യമായിരുന്നു തുടക്കത്തിൽ. എന്നാൽ വേണ്ടിടത്തും വേണ്ടാത്തിടത്തുമൊക്കെ ക്രിസംഖ്യകൾ എന്ന പ്രയോഗം ഉണ്ടാവുകയും ഒരാളുടെ പേര് നോക്കി അയാൾ ക്രൈസ്തവ നാമധാരിയാണെങ്കിൽ അയാൾ ചില കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അയാൾക്ക് ക്രിസംഖി പട്ടം കൊടുക്കുകയും ചെയ്തതോടെ പതിയെ പതിയെ ക്രിസംഖി എന്നത് ഒരു സ്വീകാര്യ പദമായി മാറി. സംഘി എന്ന് വിളിച്ചാൽ പോലും പലർക്കും നേരത്തെ ആക്ഷേപമായിരുന്നു. സംഘി എന്നാൽ സംഘപരിവാറുകാരൻ എന്നാണ്, അഭിമാനകരമായ പദമാണ് എന്ന് സംഘപരിവാറുകാർ അംഗീകരിക്കാൻ തുടങ്ങിയിട്ട് അധികകാലമായിട്ടില്ല. അത്തരത്തിൽ ഒരു പരിവർത്തനം ക്രിസംഖ്യയ്ക്കും പതിയെ പതിയെ കൈവന്നു. ഒരാൾക്ക് ക്രിസംഖ്യ പട്ടം കിട്ടാൻ ഒരാൾ BJP-കാരനാവുകയോ BJP-ക്ക് വോട്ട് ചെയ്യുകയോ എന്തിനേറെ BJP-ക്ക് അനുകൂലമായി സോഷ്യൽ മീഡിയയിൽ നിലപാടെടുക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. BJP-ക്ക് എതിരായി പറഞ്ഞില്ലെങ്കിൽ, പൊളിറ്റിക്കൽ ഇസ്ലാമിനെ അനുകൂലിച്ചില്ലെങ്കിൽ, ഇസ്രായേലിനെ അനുകൂലിച്ചാൽ, ഈ കപട പുരോഗമന സദാചാരവാദത്തെ എതിർത്താലൊക്കെ ക്രിസംഖ്യ പട്ടം കിട്ടും. ക്രിസംഖ്യ പട്ടം കിട്ടാൻ നിങ്ങൾക്ക് BJP ബന്ധമേ ആവശ്യമില്ല. BJP ഉയർത്തുന്ന ഏതെങ്കിലും ഒരു വിഷയത്തോടെ നിങ്ങൾ അനുകൂല നിലപാടെടുത്താൽ, അതിപ്പോൾ പൗരത്വ ഭേദഗതി നിയമമാവട്ടെ, വഖഫ് ഭേദഗതി നിയമമാവട്ടെ, നിങ്ങൾ ക്രിസംഖ്യയായി. വഖഫ് ഭേദഗതി നിയമം കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണമുണ്ടാവുന്നത് മുനമ്പം അടക്കമുള്ള ഇടങ്ങളിലെ ക്രൈസ്തവർക്കാണ് എന്ന് തിരിച്ചറിഞ്ഞ് മുനമ്പത്തെ ജനങ്ങളുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാൽ അപ്പോൾ ക്രിസംഖ്യയായി. ന്യൂനപക്ഷങ്ങൾക്കുള്ള സ്കോളർഷിപ്പിൽ അർഹമായ വിഹിതം വേണം എന്ന് ക്രൈസ്തവർ പറഞ്ഞതിനെ പിന്തുണച്ചാൽ ക്രിസംഖ്യയായി. BJP-യെയും മോദിയെയും എതിർത്തില്ലെങ്കിൽ ക്രിസംഖ്യയായി. രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി ഏതെങ്കിലും ഒരു ബിഷപ്പിനെ ക്രിസ്മസ് സമയത്ത് വിരുന്നിന് ക്ഷണിച്ചാൽ ക്രിസംഖ്യയായി. അങ്ങനെ BJP-ക്കാരാവണമെന്നില്ല, BJP എതിർക്കാത്തവരും ക്രിസംഖ്യകളായി. ആദ്യകാലത്ത് തന്നെ ക്രിസംഖ്യ പട്ടം കിട്ടിയ മാധ്യമ പ്രവർത്തകരിൽ ഒരാൾ ഈ എളിയവനാണ്. BJP-യുമായി ഇതുവരെ ഒരു തരത്തിലുള്ള സഹകരണമില്ലാത്ത വ്യക്തിയാണ് ഞാൻ എന്ന് മാത്രമല്ല, BJP-ക്കാർ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിലെ BJP-ക്കാർ പറയും ഷാജൻ സ്കറിയ കോൺഗ്രസിന്റെ ചാരനാണെന്ന്. തെരഞ്ഞെടുപ്പ് വരുമ്പോൾ CPM-നെ എതിർക്കുന്നത് സ്വാഭാവികമായും ഗുണമുണ്ടാവുന്നത് കോൺഗ്രസ് പാർട്ടിക്കാണ്. കേരളത്തിൽ BJP-ക്ക് അധികാരത്തിലെത്താൻ സാധ്യതയില്ലാത്തത് കൊണ്ട് തന്നെ മിക്കയിടങ്ങളിലും സർവേ നടത്തി പറയേണ്ടി വരുന്നത് കോൺഗ്രസിന്റെ വിജയസാധ്യതയെക്കുറിച്ചാണ്. ഇതൊക്കെ BJP-ക്കാരെ ചൊടിപ്പിക്കും. പക്ഷേ ഏറ്റവും വലിയ ക്രിസംഖി എന്ന കിരീടമാണ് എൻ്റെ തലയിൽ വെച്ചിരിക്കുന്നത്. ക്രിസംഖി എന്ന പദത്തിന് കാലക്രമേണ അംഗീകാരം കിട്ടിയത് കൊണ്ട് തന്നെ ക്രിസംഖ്യ എന്ന് വിളിച്ചാൽ നാണക്കേടുണ്ടാക്കേണ്ട കാര്യമില്ല എന്ന് എന്നെപ്പോലുള്ളവർക്കും തോന്നി. കാരണം മോദി 1ാം തരം പ്രധാനമന്ത്രിയാണെന്നും രാജ്യത്തിന്റെ അഭിമാനമാണെന്നും രാജ്യത്തെ അടിസ്ഥാന മേഖലയിലെ വികസനത്തിൽ ആത്മാർത്ഥമായി പണിയെടുക്കുന്നതും ഭാരതത്തെ ബാധിച്ച അഴിമതി എന്ന ദുർഭൂതം അവസാനിച്ചുവെന്നും വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ മോദിയെ പിന്തുണയ്ക്കുന്നതിന്റെ പേരിൽ ക്രിസംഖ്യ പേര് വിളിക്കുന്നവർ വിളിക്കട്ടെ എന്ന നിലപാടാണ്. ഇവർ മനസ്സിലാക്കാതെ പോകുന്നത് നിരന്തരമായി ക്രിസംഖ്യ വിളി അധിക്ഷേപം കൊണ്ട് ക്രൈസ്തവർക്കിടയിൽ പതിയെ പതിയെ BJP-ക്ക് അനുകൂലമായ ഒരു മനം മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ്. പലരും ഇത് അംഗീകരിക്കുന്നില്ലെങ്കിലും അതൊരു യാഥാർത്ഥ്യമാണ്. BJP-യോടുള്ള വെറുപ്പ് അവർക്ക് ഏതാണ്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. പണ്ട് CPM-നോട് ഇത്തരമൊരു വെറുപ്പുണ്ടായിരുന്നു. പതിയെ പതിയെ CPM-നോട് വെറുപ്പ് മാറുകയും CPM-നോട് സഹകരിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് ക്രൈസ്തവർ മാറുകയും ചെയ്തു. അതേ തരത്തിൽ BJP-യോടുള്ള അയിത്തം മാറുകയും BJP-യോട് സഹകരിച്ചാൽ എന്താണ് കുഴപ്പം എന്ന് ചോദിക്കുകയും ചെയ്യുന്ന ക്രൈസ്തവരുടെ എണ്ണം കൂടി വരുന്നു. ആ ചോദ്യത്തിനുള്ള ഉത്തരമായിരുന്നു വാസ്തവത്തിൽ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ 75,000 വോട്ടിന്റെ വിജയം. ക്രൈസ്തവരുടെ കൂടി പിന്തുണ കൃത്യമായി കിട്ടിയതുകൊണ്ടാണ് സുരേഷ് ഗോപിക്ക് അവിടെ ജയിക്കാൻ കഴിഞ്ഞത്. അത്തരത്തിൽ ക്രൈസ്തവർക്കിടയിൽ ഒരു അനുകൂലമായ സാഹചര്യം BJP-യോടുണ്ട് എന്നത് വാസ്തവമാണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJP തൃശ്ശൂരിൽ കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കാതെ പോയത് ക്രൈസ്തവർ മനം മാറിയെന്നും അവർ BJP-യെ തേച്ചു എന്നുമുള്ള പ്രചരണത്തിന് കാരണമാകുന്നു. എന്നാൽ ഇവർ മറന്നുപോകുന്നത് തൃശ്ശൂരിൽ BJP ഏതാണ്ട് 20% വോട്ട് നേടി തിരുവനന്തപുരത്തിന് ശേഷം ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ ജില്ലകളിൽ 2ാമതായി മാറി എന്നതാണ്. മാത്രമല്ല സുരേഷ് ഗോപി നേടിയത് BJP-യുടെ വോട്ടായിരുന്നില്ല, വ്യക്തിഗത വോട്ടായിരുന്നു. അത് ആവർത്തിച്ചില്ല എന്നതിനർത്ഥം ക്രൈസ്തവർ BJP-യെ കൈവിട്ടു എന്നല്ല. വലിയ തോതിലുള്ള ഷിഫ്റ്റ് BJP-ക്ക് എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്രൈസ്തവ ഭൂരിപക്ഷ ജില്ലയായ കോട്ടയത്തെ ഏറ്റവും അറിയപ്പെടുന്ന ക്രൈസ്തവ നേതാവായ PC ജോർജും മകൻ ഷോൺ ജോർജും BJP-യിലേക്ക് വന്നതോടെ വലിയൊരു ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. ഈരാറ്റുപേറ്റ ബ്ലോക്ക് പഞ്ചായത്തിന്റെ റിസൾട്ട് നോക്കുക. UDF-ന് 2020 38.8%, LDF-ന്
34.2%, BJPക്ക് 11.4%. എന്നാൽ 2025 തെരഞ്ഞെടുപ്പിന്റെ ഫലം നോക്കുക. UDFിന്റെ കൂടി 39.8%, അതായത് ഏതാണ്ട് 1% കൂടിയത്. LDFിൻ്റെത് ഏതാണ്ട് 2% കുറഞ്ഞു, അത് 34.2 നിന്നും 32.3 കുറഞ്ഞു. എന്നാൽ BJPയുടെ വോട്ടിംഗ് ശതമാനം 11.4 നിന്നും 26.9, അതായത് 15.5% വർധനമാണ് ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്തിൽ ഉണ്ടായിരിക്കുന്നത്. കേരളത്തിലെ ഏതെങ്കിലും ഒരിടത്ത് ഇത്തരമൊരു ഷിഫ്റ്റ് ബ്ലോക്ക് പഞ്ചായത്തിൽ ഉണ്ടായിട്ട് ഞാനിതൊരു ഉദാഹരണം കാണിച്ചതാണ്. പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്ത് അടക്കം പലയിടങ്ങളിലും BJP ഭരണം പിടിച്ചു. മിക്കയിടങ്ങളിലും കോട്ടയത്ത് BJP 1-2 സീറ്റുകൾ നേടി. എരുമേലി ഗ്രാമപഞ്ചായത്തിൽ പോലും BJPക്ക് ഇക്കുറി 2 സീറ്റുകളുണ്ട്. അങ്ങനെ ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലയിൽ BJPക്ക് അനുകൂലമായ ഒരു ഷിഫ്റ്റ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ മതിയാവും. എറണാകുളം ജില്ലയിലെ മുനമ്പത്ത് സംഭവിച്ചത് എന്താണ്? മുനമ്പത്തെ ഭൂരിപക്ഷം ജനങ്ങളും ലത്തീൻ കത്തോലിക്കരാണെന്ന് ഓർക്കണം. ലത്തീൻ കത്തോലിക്കരെ പോലെ UDF പ്രേമികൾ വേറെ ഒരിടത്തുമില്ല. നോക്കുക, കൊച്ചി കോർപ്പറേഷൻ വലിയ ഭൂരിപക്ഷത്തിൽ UDF ജയിച്ചിരിക്കുകയാണ്. ആ ജയിച്ചവരിൽ ഏറ്റവും മുതിർന്ന നേതാവായ AICC അംഗമാണ്, KPCC ജനറൽ സെക്രട്ടറിയാണ് ദീപ്തി മേരി വർഗീസിനെ വെട്ടി ഒരു ലത്തീൻകാരിയായ ഷൈനിയെ, അമേരിക്കയിൽ നിന്ന് വന്നതാണ്, ഷൈനിയെ മേയറാക്കണം എന്ന് പറഞ്ഞ് സഭ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു. അത്രമാത്രം സ്വാധീനം ലത്തീൻ സഭയ്ക്ക് എറണാകുളം രാഷ്ട്രീയത്തിലുണ്ട്. എന്നിട്ടും മുനമ്പത്ത് ജയിച്ചത് BJPയുടെ സ്ഥാനാർത്ഥിയാണ്. ഇങ്ങനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ക്രൈസ്തവ മേഖലകളിൽ BJPക്ക് വലിയ മുൻതൂക്കമുണ്ടായിട്ടുണ്ട് എന്നത് ക്രിസംഗി എന്ന വിളിക്ക് കിട്ടുന്ന അംഗീകാരമായി കണക്കാക്കുന്നു. ബോബി തോമസ് എന്ന പേരുള്ള ഒരാൾ എഴുതിയൊരു കുറിപ്പാണ് വാസ്തവത്തിൽ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാൻ പോലും കാരണം. ബോബി ഇങ്ങനെ എഴുതുന്നു: ക്രിസ്തുവിന്റെ സംഘത്തിൽപ്പെട്ട സമുദായ സ്നേഹികളായ ഒരുപറ്റം മനുഷ്യർ കേന്ദ്ര സർക്കാരിന്റെ തീവ്രവാദ വിരുദ്ധ നിലപാടുകളിലും വിവേചനരഹിതമായ ഭരണ സമീപനങ്ങളിലും ആകർഷിതരായി BJPയുടെ ആഭിമുഖ്യം പുലർത്താൻ തുടങ്ങിയപ്പോൾ അവരെ സാമൂഹികമായി ഒറ്റപ്പെടുത്തുന്നതിനുള്ള ഒരു നറേറ്റീവ് കേരള രാഷ്ട്രീയത്തിൽ ബോധപൂർവം നിർമ്മിക്കപ്പെട്ടു. ക്രിസംഗി എന്ന ലേബലിലൂടെ BJP അനുഭാവം പുലർത്തുന്ന ക്രൈസ്തവരെ വെറുക്കപ്പെട്ടവരായി ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് BJP വിരുദ്ധ ശക്തികൾ തുടർച്ചയായി നടത്തിയത്. ഈ പശ്ചാത്തലത്തിലാണ് 2024 കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖനായ PC ജോർജും മകൻ ഷോൺ ജോർജും BJPയിൽ ചേർന്ന് ശ്രദ്ധേയമാകുന്നത്. ഇത് ജില്ലയിൽ ദീർഘകാലമായി BJP അനുഭവം പുലർത്തി വരുന്ന ക്രൈസ്തവർക്ക് വ്യക്തമായ ഒരു നേതൃത്വത്തിന്റെ തണലിൽ ലഭിച്ച രാഷ്ട്രീയ സംഭവമായാണ് ഇതിനെ വിലയിരുത്തേണ്ടത്. ഈ രാഷ്ട്രീയ പുനഃസംഘടനയുടെ പ്രായോഗിക പ്രതിഫലനം വ്യക്തമായി പ്രകടമായത് 2025 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലൂടെയായിരുന്നു. കോട്ടയത്തെ BJPയുടെ രാഷ്ട്രീയ അടിത്തറ വിപുലപ്പെടുത്തിയ ശക്തമായ മുന്നേറ്റമായി ഈ തെരഞ്ഞെടുപ്പ് മാറി. ജില്ലയിലെ 62% ഗ്രാമപഞ്ചായത്തുകളിലും 6 മുനിസിപ്പാലിറ്റികളിൽ 4 BJP സീറ്റുകൾ നേടി സാന്നിധ്യം ഉറപ്പിച്ചു. 3 ഗ്രാമപഞ്ചായത്തുകളിൽ BJP ഒന്നാമത്തെ വലിയ കക്ഷിയായി മാറിയപ്പോൾ 9 ഗ്രാമപഞ്ചായത്തുകളിലും 1 മുനിസിപ്പാലിറ്റിയിലും അംഗബലത്തിൽ BJP 2ാം സ്ഥാനത്തെത്തി. PC ജോർജിന്റെ സ്വാധീന മേഖലകളായ പ്രദേശങ്ങളിൽ ഈ മാറ്റം കൂടുതൽ വ്യക്തമാകുന്നു. ഈരാറ്റുപേട്ട ബ്ലോക്ക് പഞ്ചായത്തിൽ 2 BJP പ്രതിനിധികളെ വിജയിപ്പിക്കാൻ കഴിഞ്ഞതോടൊപ്പം പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിൽ BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി മാറി. പൂഞ്ഞാർ, തലപ്പാലം, തിടനാട്, തലനാട് പഞ്ചായത്തുകളിൽ ആദ്യമായി BJP പ്രതിനിധികളെ വിജയിപ്പിക്കുവാനും പാർട്ടിക്കായി. ഇവയെല്ലാം ചേർത്ത് നോക്കുമ്പോൾ കോട്ടയത്ത് BJPയുടെ വളർച്ച ഒരു ആകസ്മിക രാഷ്ട്രീയ സംഭവമല്ലെന്ന് വ്യക്തമാണ്. ക്രിസംഗി പോലുള്ള നറേറ്റീവുകൾ കൊണ്ട് അടിച്ചമർത്താൻ ശ്രമിച്ച ഒരു സാമൂഹിക രാഷ്ട്രീയ പ്രവാഹം നേതൃത്വവും സംഘടനാപരമായ ദിശാബോധവും ലഭിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിലൂടെ തന്നെ മറുപടി നൽകിയിരിക്കുന്നു. കോട്ടയം ജില്ലയിൽ BJPയുടെ സാന്നിധ്യം ഇനിയൊരു രാഷ്ട്രീയ പരീക്ഷണമല്ല, മറിച്ച് അവഗണിക്കാനാവാത്ത ഒരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യത്തെ ഇരുട്ടുകൊണ്ട് എത്ര ഓട്ടയടച്ചാലും കാഴ്ച നശിക്കില്ല. ഇത് യാഥാർത്ഥ്യമാണ്. വിശുദ്ധ കുർബാന മധ്യേ പാലാ മെത്രാൻ നടത്തിയ അഭിപ്രായ പ്രകടനത്തോട് പ്രതിഷേധിച്ചുകൊണ്ട് പാലാ അരമനയിലേക്ക് ഈരാറ്റുപേട്ടയിൽ നിന്നും തീവ്ര ഇസ്ലാമിക ചിന്താഗതിക്കാർ മാർച്ച് നടത്തിയപ്പോൾ പാലാ മെത്രാനെതിരെ കേസെടുത്തപ്പോഴൊക്കെ ചിന്തിക്കേണ്ടതായിരുന്നു ഇങ്ങനെ സംഭവിക്കുമെന്ന്. UDFന് കേരളത്തിൽ ഒട്ടാകെ വലിയ ഉണർവുണ്ടായി എന്നതുകൊണ്ട് മാത്രം ക്രൈസ്തവ സമുദായത്തിന് BJPയോട് ഉണ്ടായിരിക്കുന്ന അനുഭാവം ആർക്കും തിരസ്കരിക്കാൻ കഴിയില്ല. കോട്ടയത്തെ പ്രസിദ്ധനായ ഫോട്ടോഗ്രാഫർ സക്കറിയ പൊൻകുന്നം എന്തുകൊണ്ട് താൻ ക്രിസംഗിയായി എന്ന് പറയുന്നത് കൂടി കേൾക്കുക. എന്തുകൊണ്ട് ഞാൻ ക്രിസംഗിയായി എന്ന് ചോദിച്ചാൽ അതിന്റെ ഒന്നാമത്തെ കാര്യം ഈ ലോകത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഈ ലോകത്തിലേക്ക് നോക്കിയാൽ ഇന്ന് സകല ക്രിസ്തീയ രാജ്യങ്ങളും പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ അധിനിവേശത്താൽ
ഞെരുങ്ങുമാണ്. പഴയ ക്രിസ്ത്യൻ രാജ്യങ്ങൾ മുഴുവൻ ഒരു കീഴടക്കി കഴിഞ്ഞു. ഇപ്പോൾ യൂറോപ്പിലേക്ക് കുടിയേറ്റവും ജോലിയും അഭയാർത്ഥികളായും ചെന്ന് അവിടെ പെരുകി അമേരിക്ക ഉൾപ്പെടെ ഇറ്റലി ഉൾപ്പെടെ സകല രാജ്യങ്ങളിലും ഇസ്ലാമിക അധിനിവേശം. ഈ ലോകത്തിൽ ഇന്ന് രണ്ട് രാജ്യങ്ങളേ ഉള്ളൂ ഇസ്ലാമിക അധിനിവേശത്തെ പ്രതിരോധിച്ച് നിൽക്കുന്ന 2 രാജ്യങ്ങളേ ഉള്ളൂ. അതിലൊന്ന് എന്റെ ഇന്ത്യ, മറ്റൊന്ന് ഇസ്രായേൽ. രണ്ട് മതങ്ങളേ ഉള്ളൂ ഇസ്ലാമിക പോരാട്ടത്തിനെതിരെ നിൽക്കുന്നത്, യഹൂദനും ഹൈന്ദവനും. കഴിഞ്ഞ 100 വർഷമായിട്ട് RSS എന്ന പ്രസ്ഥാനം ഹൈന്ദവരുടെ ഇടയിൽ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് ഇന്ത്യ രാജ്യം ഇന്ത്യ ആയിട്ട് നിൽക്കണം എന്നാഗ്രഹിക്കുന്ന ഒരു മഹത്തായ സംഘടനയാണ് RSS. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മള് ഇവിടെ മറ്റൊരു മതം വന്ന് കയറി അധിനിവേശം നടത്തി കഴിയുമ്പോൾ നമ്മൾ എവിടേക്ക് പോകും? എവിടേക്ക് ഓടിപ്പോവും? ഈ ഇന്ത്യ രാജ്യത്തെ ഹൈന്ദവ ജനത അല്ലെ ക്രൈസ്തവ ജനത എവിടേക്ക് ഓടിപ്പോവും? അപ്പോൾ RSS നടത്തിയ ദൌത്യം എന്ന് പറയുന്നത്, ശരിക്കും ഞാൻ ഈ 100ാം വർഷത്തിലാണ് RSSനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് പഠിച്ചത്. അപ്പൊ 100 വർഷമായിട്ടൊരു സംഘടന അധികാര തർക്കങ്ങളില്ലാതെ, കസേരകളില്ലാതെ, ഗ്രൂപ്പുകളില്ലാതെ ജനതയുടെ ഇടയിൽ അവർക്ക് വേണ്ടി അല്ലെങ്കിൽ ഈ രാജ്യത്തിനു വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ള ചെറിയൊരു കാര്യമല്ല. അത് നമ്മൾ അംഗീകരിച്ചേ മതിയാവൂ. ആ അംഗീകാരം 100% ഞാൻ RSSന് കൊടുക്കുന്നു. കാരണം ഞാൻ വിചാരിക്കുന്നത്, ഈ രാജ്യത്തുള്ള ഇപ്പൊ ഈ ജില്ലയിൽ ഒരു 30 RSSകാരുണ്ടെങ്കിൽ ആ 30 പേരും രാജ്യസ്നേഹികളാണ്. ഞാൻ അതിനെ വിലമതിക്കുന്നത്. ആ 30 പേരും രാജ്യവിരുദ്ധത കാണിക്കുകയല്ല, അവർ രാജ്യസ്നേഹികളാണ്. അത്രയും മതി. അതാണ് രാജ്യത്തിന്റെ നിലനിൽപ്പെന്ന് പറയുന്നത്. അപ്പം അവര് പിന്തുണയ്ക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായ BJP അധികാരത്തിൽ ഇരിക്കുന്ന കഴിഞ്ഞ 10-12 വർഷത്തോളാകാൻ പോകുന്നു. ഈ രാജ്യം മനോഹരമായിട്ട് മതേതര രാജ്യമായിട്ട് ഇന്ന് നിൽക്കുന്നു. അതാണ് കഴിഞ്ഞ 10-12 വർഷമായിട്ട്, അല്ലെങ്കിൽ അതിനു മുമ്പ് ഇവിടുത്തെ ക്രൈസ്തവരെയും ന്യൂനപക്ഷങ്ങളെയും, ഇവിടുത്തെ കോൺഗ്രസും ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റും ഇവിടുത്തെ ഇടതുപക്ഷ എഴുത്തുകാരും ബുദ്ധിജീവികളും സകല മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത് ഹൈന്ദവ അല്ലെ ഹിന്ദുത്വ എന്ന് പറഞ്ഞൊരു പേടിപ്പീരായിരുന്നു. RSS, ബജ്രംഗദൾ, ഹിന്ദുത്വ ഭീകരത, കാവി ഭീകരത, ഇങ്ങനെ അങ്ങോട്ട് ഇറക്കി ഈ ക്രൈസ്തവന്റെ ചെവിക്കകത്ത് അടിച്ചു കയറ്റി ഈ കാവി ഭീകരതയെ പേടിച്ച് ഇവരെന്നും BJPക്ക് വിരുദ്ധമായിട്ട് ചിന്തിക്കുകയും ഹൈന്ദവ ജനതയെ എന്തോ ഒരു ഭീകര ശക്തിയായിട്ട് കാണുകയും അങ്ങനെ ഒരു നറേറ്റീവ് വളർത്തിയെടുക്കാൻ ഇവിടുത്തെ എഴുത്തുകാർക്കും ഇവിടുത്തെ ഈ ഇടതുപക്ഷ രാഷ്ട്രീയക്കാരും കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും വല്ലാതെ ശ്രമിച്ചിട്ടുണ്ട്. ആലോചനയിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് അവർ വിജയിച്ചിട്ടുമുണ്ട്. കഴിഞ്ഞ ഇത്രയും കാലഘട്ടങ്ങളിൽ അവർ വിജയിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നത് മാറിപ്പോയി. ഈ രാജ്യത്തിന്റെ ഭരണം, ഞാനതിൽ വടക്കേന്ത്യൻ ജനത, നമ്മളെപ്പോഴും വടക്കേന്ത്യൻ ജനതയെ എന്നാ പറയുന്നത്, ഒരു വിവരം കെട്ട ജനത ആയിട്ടാണ് പ്രബുദ്ധ മലയാളി ഇപ്പോഴും കാണുന്നത്. വടക്കേന്ത്യൻ ജനത ഒരു വിവരം കെട്ട ജനതയെന്ന്. പക്ഷെ ഞാൻ ഓരോ കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴും ഈ രാജ്യത്ത് സംഭവിക്കുമ്പോഴും, ഞാൻ പ്രത്യേകിച്ച് ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് വടക്കേന്ത്യൻ ജനതയാണ് കൃത്യമായിട്ട് ജനാധിപത്യ സംവിധാനം ഉപയോഗിക്കുകയും അവരുടെ അഭിപ്രായം അവർ രേഖപ്പെടുത്തുകയും ചെയ്യുന്നത് വടക്കേന്ത്യൻ ജനതയാണ്. ഈ കേരളത്തിലെ പോലെ അടിമകളല്ല. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റിന്റെ അടിമ, കോൺഗ്രസിന്റെ അടിമ, ലീഗിന്റെയൊക്കെ ഇങ്ങനെ കുറെ അടിമകളല്ലാതെ തലച്ചോറ് കൊണ്ട് ചിന്തിക്കുന്ന, ബുദ്ധി അല്പം പോലും ഉപയോഗിക്കാത്ത അടിമകളാണ് അടിമത്ത ചിന്താഗതിയാണ് കേരളത്തിലെ രാഷ്ട്രീയം. അത് വടക്കേന്ത്യൻ ജനത തൂത്തെറിയേണ്ടവരെ തൂത്തെറിയും. അവര് ഏറെക്കാലം അതിനെ സഹിച്ചുകൊണ്ടൊക്കെ നടക്കും. ഇപ്പൊ ബംഗാൾ തന്നെ എടുത്ത്, ബംഗാളില് 33 കൊല്ലം അവിടുത്തെ ജനത ഈ കമ്മ്യൂണിസത്തെ സഹിച്ചു. അവരവസരം കൊടുത്തു 33 കൊല്ലം. പിന്നെ ഒരു പേപ്പട്ടിയെ പോലെ തല്ലി ഓടിക്കുകയത്. കാരണം അവരെ ആ ജനതയെ തെണ്ടികളാക്കി. നമുക്കറിയാം, ഞാൻ 40 കൊല്ലവും ബംഗാളിൽ പോയിട്ടുണ്ട്, കൽക്കട്ട കണ്ടിട്ടുണ്ട്. ബ്രിട്ടീഷിന്റെ തലസ്ഥാനമായിരുന്നു കൽക്കട്ട. എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഒരുക്കിയിരുന്ന ഒരു ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നു കൽക്കട്ട. എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരുന്ന ഒരു സ്റ്റേറ്റ്. ഏഷ്യയിലെ ഏറ്റവും വലിയ വ്യാവസായിക നഗരം കൽക്കട്ട. ആ കൽക്കട്ടയൊക്കെ കുഴിച്ചു മൂടിക്കളഞ്ഞില്ലേ 30 കൊല്ലത്തെ തുടർഭരണം കിട്ടിയ കമ്മ്യൂണിസം. ആ കമ്മ്യൂണിസമാണ് ഈ കേരളത്തില് സ്വർഗരാജ്യം ഉണ്ടാക്കാമെന്നും പറഞ്ഞുകൊണ്ട് കേരളത്തിലെ പ്രബുദ്ധ ജനതയെടുത്ത് തലയിൽ കയറ്റി വെച്ച് നടക്കുന്നത്. അവരെടുത്ത് തോളെ വെച്ചിരിക്കുന്ന കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ പ്രബുദ്ധരെന്ന് പറയുന്നവര്
എടുത്തു വച്ചിരിക്കുന്ന കമ്മ്യൂണിസം ഇന്ത്യയിലെ 2 സ്റ്റേറ്റുകൾ തുടർഭരണം കിട്ടിയപ്പോൾ തകർത്ത് കളഞ്ഞ കമ്മ്യൂണിസമാണ്. ബംഗാളും ത്രിപുരയും അവിടുത്തെ ജനതകളെ തെണ്ടികളാക്കി. അത് ഇന്നും മലയാളിക്ക് മനസ്സിലായിട്ടില്ല. ഈ മലയാളി ഈ യാതൊരു വിലയുമില്ലാത്ത, ഐഡിയോളജി ഇല്ലാത്ത, മുമ്പോട്ട് എങ്ങനെ ഒരു ജനതയെ കൊണ്ടുപോകണമെന്ന് യാതൊരു ചിന്തയുമില്ലാത്ത നേതാക്കന്മാർ കൊഴുത്തു തടിക്കുന്ന, അവര് സമ്പന്നരാകുന്ന ഈ കമ്മ്യൂണിസത്തെ ചുമന്ന് കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൽ നടക്കുക. ഇപ്പൊ കേരളത്തിന്റെ അവസ്ഥ എന്താ? 6 ലക്ഷം കോടി കടത്തിലെത്തിയിരിക്കുന്നു. 6 ലക്ഷം കോടി കടം, ധൂർത്തടിച്ച ഭരണം. ഇപ്പൊ ഇതാ 4 മാസമുള്ളൂ ഭരണം തീരാൻ. അന്നേരവും 1 കോടി 10 ലക്ഷം രൂപയുടെ കാറ് വാങ്ങിക്കാൻ വെമ്പി നിൽക്കുന്ന മനസ്സുമായിട്ടൊരു മുഖ്യ. അതിനെക്കുറിച്ചും കൂടുതൽ പറയുന്നില്ല. ഞാൻ എന്തുകൊണ്ട് പ്രസംഗിക്കാന്ന് ചോദിച്ചാൽ, ഈ രാജ്യം BJPയുടെ കയ്യിൽ സുരക്ഷിതമാണ്. ഈ രാജ്യത്ത് മതേതരത്വം നിലനിൽക്കണമെങ്കിൽ, ജനാധിപത്യം പുലരണമെങ്കിൽ ഈ BJP അധിഷ്ഠിത ഗവൺമെന്റ് രാജ്യസ്നേഹികൾ രാജ്യം ഭരിക്കണം. കോൺഗ്രസിന് രാജ്യസ്നേഹമേ ഇല്ല. രാജ്യസ്നേഹം ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ത്യയുടെ അവസ്ഥ ഇതല്ലായിരുന്നു. രാജ്യസ്നേഹികളാണ് BJP നേതാക്കൾ, RSS നേതാക്കൾ. ഇന്ത്യ രാജ്യം ഇങ്ങനെ തന്നെ നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അത് കഴിഞ്ഞ 10 വർഷം കൊണ്ട് എനിക്ക് നന്നായിട്ട് മനസ്സിലായി. അതുകൊണ്ട് എന്റെ മനസ്സ്, എന്റെ ചിന്ത, എന്റെ എഴുത്തുകൾ, എന്റെ വിചാരങ്ങൾ തീർച്ചയായിട്ടും BJPക്ക് അനുകൂലമായിരിക്കും. അഥവാ അല്ലാത്തൊരു കാലഘട്ടം വരട്ടെ എന്ന് മാറി ചിന്തിക്കാം. അതിനാണല്ലോ മനുഷ്യന്, അതാണല്ലോ ജനാധിപത്യം. പക്ഷെ ഇന്ന് ഈ രാജ്യം ഇത്രയേറെ വളർന്നിരിക്കുന്നത്, ലോകത്തിനു മുമ്പിൽ തലയുയർത്തി നിൽക്കുന്ന ഒരു രാജ്യം, 140 കോടി ജനത്തിന്റെ അഭിമാനമായിട്ട് മോദി എന്ന അധികാര മനുഷ്യൻ, മോദി എന്ന ശക്തനായ ഭരണാധികാരി, അതിശക്തനായ ഭരണാധികാരിയാണ്. ഇത് പാകിസ്ഥാനൊക്കെ വിറച്ചാ നിൽക്കുന്നത്. ലോക രാജ്യങ്ങള് ഇന്ത്യയെ ഉറ്റുനോക്കുന്ന അവസ്ഥയുണ്ട്. ലോകരാജ്യങ്ങൾ ഇന്ത്യയുടെ സൗഹൃദം ആഗ്രഹിക്കുന്നുണ്ട്. അമേരിക്കയുടെ കെണികൾ പോലും ഒന്നും ഇന്ത്യക്കെതിരെ ചെലവാകുന്നില്ല. അത്രയേറെ തന്ത്രശാലിയും ബുദ്ധിമാനും മികവുറ്റ ഭരണാധികാരിയുമാണ് RSSലൂടെ വളർന്നു വന്ന നരേന്ദ്രമോദി. ആ മോദി ഈ രാജ്യത്തിന് ഉത്തമ ഭരണാധികാരിയാണെന്നും ഈ രാജ്യത്ത് ഇന്ന് ജനാധിപത്യം നിലനിൽക്കുന്നതും ഒരു വൈദേശിക മതാധിപത്യത്തിലേക്കും ഇന്ത്യ പോകാതിരിക്കുന്നതും BJP ഭരണത്തിന് കീഴിലാണ്. RSSന്റെ ബുദ്ധിപൂർവ്വ നീക്കങ്ങളാണ്. അതിനെ ഞാൻ പൂർണ്ണമായിട്ട് അനുകൂലിക്കുന്നു. ഈ രാജ്യത്ത് ക്രൈസ്തവ ജനതയ്ക്ക് അവരുടെ വിശ്വാസം സംരക്ഷിച്ച് ജീവിക്കണമെങ്കിൽ ഈ ഇവര് കളിയാക്കുന്ന ഹിന്ദുത്വ ശക്തികൾ ഈ രാജ്യം ഭരിച്ചില്ലെങ്കിൽ ഒരിക്കലും ഇവിടെ ക്രിസ്ത്യാനിക്ക് സമാധാനത്തോടെ ജീവിക്കാൻ പറ്റുകയില്ല. അത് ലോക സംഭവങ്ങൾ, ലോകത്തിൽ ഓരോ രാജ്യത്ത് നടക്കുന്ന, ഇന്ന് യൂറോപ്പിൽ ഓരോ രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങൾ ഇവിടുത്തെ ക്രിസ്ത്യാനികൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിൽ അവരുടെ കഴുത്ത് വെട്ടുന്ന ദിവസം വരുന്ന ആ കാലത്ത് അവർക്ക് മനസ്സിലാവും. ഇനി ഈ കോൺഗ്രസിനെയും ഈ ഇടതുപക്ഷത്തെയും പിന്തുണയ്ക്കാൻ സാമാന്യ ചിന്ത, ഈ ലോകത്തിന്റെ ഗതി, ഈ ലോകത്തെ പല രാജ്യങ്ങളും സംഭവിക്കുന്നത് കണ്ട് മനസ്സിലാക്കാത്ത ക്രിസ്ത്യാനികൾ ഇനിയും ഈ LDFനെയും UDFനെയും പിന്താങ്ങി നടക്കുന്നതെങ്കിൽ ആ കഷ്ടമെന്നേ ഞാൻ പറയുന്നുള്ളൂ. ഓരോ ക്രൈസ്തവ സഹോദരങ്ങളും തീർച്ചയായും BJPക്ക് പിന്തുണ കൊടുക്കണം. ഈ രാജ്യം വികസിക്കണമെങ്കിൽ, ഈ രാജ്യം നിലനിൽക്കണമെങ്കിൽ, ഈ രാജ്യത്ത് മതേതരത്വം പുലരണമെങ്കിൽ തീർച്ചയായും BJP അധികാരത്തിൽ നിൽക്കണം. ഈ രാജ്യം അവർ ഭരിക്കണം. വേറൊന്നും എനിക്ക് പറയാനില്ല.